CJ റോയുടെ ഡയറി കുറിപ്പിൽ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളെന്ന് സൂചന. UAE ബിസിനസ്സുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രശ്നങ്ങളെന്ന് പരാമർശം. കുടുംബത്തോടും ജീവനക്കാരോടുമുള്ള ക്ഷമാപണവും കുറിപ്പിൽ. കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കാൻ പോലീസ്. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രിക്ക് കത്തയച്ചു മുഖ്യമന്ത്രി. ബജറ്റിൽ പ്രഖ്യാപനമില്ലെങ്കിലും അതിവേഗ പാതയുമായി ഇ ശ്രീധരൻ മുന്നോട്ട്. പൊന്നാനിയിൽ ഓഫീസ് തുറന്ന് ജീവനക്കാരെ നിയമിച്ചു. സംസ്ഥാന പ്രോജക്റ്റ് അല്ല, കേന്ദ്ര പ്രോജക്റ്റ് എന്ന വിശദീകരണം. വൈകിട്ട് മാധ്യമങ്ങളെ കാണാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി. അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ സംഭാഷണം വീണ്ടും പുറത്ത്. അതെ, മര്യാദയ്ക്ക് സംസാരിക്കണം. എടോ, ഞാൻ തന്നോട് വീണ്ടും പറഞ്ഞു കഴിഞ്ഞു, തന്നെ ഇത് എഫക്ട് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ താനെന്തിനാണ് പറയുന്നത്? അത് ഞാൻ നോക്കിക്കോളാം. തനിക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ നോക്കാന്ന് പറഞ്ഞല്ലോ. രാഹുലിനെ അയോഗ്യനാക്കാനുള്ള നടപടികൾ തുടങ്ങി. എത്തിക്സ് കമ്മിറ്റി പരാതി പരിശോധിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന് ജാമ്യം. 2 കേസുകളിലും ലഭിച്ചത് സ്വാഭാവിക ജാമ്യം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ ബുധനാഴ്ച വാദം കേൾക്കും. എൻ വാസു വീണ്ടും 14 ദിവസത്തേക്ക് റിമാൻഡിൽ. CSR തട്ടിപ്പിൽ ബിജു രാധാകൃഷ്ണനെതിരെ കേസ്. കടവന്ത്ര പോലീസിലെടുത്ത കേസിൽ ബിജു 1-ാം പ്രതി. അഭിഭാഷകൻ നിഷ പീറ്ററും ജീവനക്കാരും പ്രതികൾ. തട്ടിപ്പിനെ കുറിച്ചുള്ള വാർത്ത പുറത്തുവിട്ടത് ന്യൂസ് 18. UDFന്റെ ആദ്യ സ്ഥാനാർത്ഥിയായി PV അൻവർ ഉറപ്പിച്ച് KPCC അധ്യക്ഷൻ. കേരള കോൺഗ്രസുമായി കോൺഗ്രസിന്റെ നിർണായക സീറ്റ് ചർച്ച ഇന്ന്. തിരുവമ്പാടി മണ്ഡലത്തിൽ ക്രൈസ്തവ സ്ഥാനാർത്ഥി വേണമെന്ന താമരശ്ശേരി രൂപത അധ്യക്ഷന്റെ ആവശ്യം UDFന് സമ്മർദ്ദമാകുന്നു. നിയമസഭയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള സമരം കടുപ്പിച്ച് പ്രതിപക്ഷം. CPM പ്രവർത്തകർക്ക് പരോൾ നൽകിയതിലും ബഹളം. ക്രിമിനൽ കുറ്റകൃത്യങ്ങളും ചെയ്യുകയും ചെയ്യുന്ന ഗൗരവതരമായ വിഷയമാണ് ഈ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. സർക്കാരിന് സൗകര്യമില്ലാത്ത കാര്യങ്ങൾ നിയമസഭയിൽ ചർച്ചയില്ല എന്നാണോ? ആളുകൾ എണ്ണപ്പെട്ടു എന്നൊന്നും പറയുന്ന വേണ്ട. വിരട്ടണ്ട. അങ്ങോട്ട് നോക്കി പറഞ്ഞാൽ മതി. അങ്ങോട്ട് നോക്കി പറഞ്ഞാൽ മതി. അങ്ങോട്ട് നോക്ക്. അങ്ങോട്ട് നോക്കി പറ. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് സഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷം. സ്വർണ്ണവില വീണ്ടും കുത്തനെ ഇടിഞ്ഞു. പവന് 6640 രൂപ കുറഞ്ഞ് 1,11,120 രൂപ. 3 ദിവസം കൊണ്ട് കുറഞ്ഞത് 20,000 രൂപ. പാകിസ്ഥാനിൽ ബലൂച്ച് ആർമിയുടെ ആക്രമണം തുടരുന്നു. ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 145ആയി. ഇന്ത്യക്ക് പങ്കുണ്ടെന്ന പാകിസ്ഥാൻ ആരോപണം തള്ളി വിദേശകാര്യ മന്ത്രാലയം. ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമാകാൻ സൈന്യത്തോട് ആഹ്വാനം ചെയ്ത് ഇറാൻ.